കഴിഞ്ഞ കുറേ ദിവസങ്ങളായി LDF കൺവീനർ BJPക്ക് വേണ്ടി സംസാരിക്കുക. LDF കൺവീനർ EP ജയരാജൻ ആദ്യം പറഞ്ഞത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം LDFും BJPയും തമ്മിലാണ്. LDFും BJPയും തമ്മിലാണ് പോരാട്ടം. കോൺഗ്രസ് ഇവിടെ ഇല്ല. കോൺഗ്രസ് ദുർബലമായി. അപ്പൊ ഞാൻ ആദ്യം കരുതി അദ്ദേഹം ഇങ്ങനെ വെറുതെ പറയുന്ന ഒരു തമാശ പോലെ പറഞ്ഞാണെന്നാണ് കരുതിയത്. ഇന്നലെ അദ്ദേഹം വേറൊരു പ്രസ്താവന ഇറക്കി. കേരളത്തിലെ BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് ഈ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് BJPക്കാർ പോലും പറഞ്ഞിട്ടില്ല. BJPക്കാർ പോലും പറഞ്ഞു. സുരേന്ദ്രൻ പോലും ഒരിടത്തും പറഞ്ഞില്ല. BJPയുടെ ഒരു നേതാവും പറഞ്ഞില്ല. സഖാവ് EP ഇപ്പോൾ ഈ 5 സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തോ അപകടം ശരിയായി എനിക്ക് ബോധ്യപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ മറ്റൊരു സബ്സിഡിയറിയാണ് നിരാമയ റിട്രീറ്റ് എന്ന് പറയുന്നത്. ആ നിരാമയ റിട്രീറ്റ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് EP ജയരാജന് ബന്ധമുള്ള വൈദേഹം എന്ന് പറയുന്ന കമ്പനിയാണ്, എന്ന് പറയുന്ന റിസോർട്ടാണ്. അപ്പോൾ അത് പരിശോധിച്ചപ്പോൾ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് പത്രം മാതൃഭൂമിയിലാണ്, മാതൃഭൂമി ഓൺലൈൻ. നിരാമയ റിട്രീറ്റ്സ് എ വെൽനസ് ലക്ഷറി ഹോസ്പിറ്റൽ brand linked to BJP leader and Union Minister Rajiv Chandrasekhar has taken over the management of the controversial Vaideham Ayurveda Healing Village in Kannur. ഇതാണ് ഓൺലൈനിൽ വന്ന ആ വാർത്തയാണ്, മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തയാണ്. അപ്പോൾ ഇപ്പം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറയാനാണ് മറ്റ് 4 പേരെ കൂടെ കൂട്ടിപ്പിടിച്ചത്. അപ്പം രാജീവ് ചന്ദ്രശേഖരുമായി ബിസിനസ് ബന്ധമുള്ള EP ജയരാജൻ ഇപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടി അദ്ദേഹം വോട്ട് പിടിക്കുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പോരാട്ടം UDFും LDFും തമ്മിലാണ്. കേരളത്തിൽ ഒരു സീറ്റ് പോലും നിയമസഭയിൽ ജയിക്കാത്ത പാർട്ടിയാണ് BJP. ഒരു ലോക്സഭാ സീറ്റ് കിട്ടാത്ത പാർട്ടിയാണ് BJP. ഒരു മുനിസിപ്പാലിറ്റി ഒഴിച്ചോ 2 മുനിസിപ്പാലിറ്റി ഒഴിച്ചോ ഒരിടത്തും മുനിസിപ്പാലിറ്റികൾ ഭരിക്കാത്ത പാർട്ടിയാണ്. വിരലെണ്ണാവുന്ന പഞ്ചായത്ത് മെമ്പർമാരുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയും LDFും തമ്മിലാണ് പോരാട്ടമെന്ന് LDF കൺവീനർ പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇവരുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചതാണ് എന്ന് LDF കൺവീനർ പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്? ഇവിടെ CPMും BJPയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്.